അപ്പം നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള മയോണീസിൻ്റെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ബണ്ണ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, സവോള ഞാൻ ഒരെണ്ണം ചോപ്പറിലിട്ട് അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ് ഒരെണ്ണം നന്നായി അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ ക്യാബേജ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ്. നമ്മൾ ആദ്യം തന്നെ ഉപ്പൊക്കെ പുളിയൊക്കെ ആയിട്ട് വേണം നമ്മൾ മയോണൈസ് മിക്സ് ചെയ്യാൻ. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്കൊരു 1/2 ചെറുനാരങ്ങര നീര് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇതൊഴിച്ച ശേഷം നമുക്കൊന്ന് മിക്സാക്കിയ ശേഷമായിരിക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മയോണൈസ് മിക്സാക്കിയാൽ മതി കേട്ടോ. അതിന് മുന്നേ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പച്ചക്കറികളിലേക്ക് അത് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മയോണൈസിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി കടയിൽ പോയി മയോണൈസ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ തന്നെ പുഴുങ്ങിയ മുട്ട വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ആ ബണ്ണൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക രുചിയാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്